ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഈയിടയ്ക്ക് റിലീസായിട്ടുള്ള ഒരു അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ദ വാച്ചേഴ്സ്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരാൾ കാട്ടിലൂടെ എന്തിനെയോ കണ്ട് ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അയാൾ എത്രയോ ഓടിയിട്ടും ഒരു ബോർഡ് താണ്ടിയിട്ട് അയാളെ കൊണ്ട് കാടിന് പുറത്തേക്ക് പോകാനും കഴിയുന്നുണ്ടായിരുന്നില്ല. സൂര്യൻ അസ്തമിക്കുകയാണ്. അവിടെ മുഴുവനും ഇരുട്ടാവാണ്. ആ കാട്ടിലുണ്ടായിരുന്ന എല്ലാ പക്ഷികളും കൂട്ടത്തോടെ അവിടെ നിന്ന് പറന്ന് പുറത്തേക്ക് പോവാണ്. ഇനി എങ്ങനെ പുറത്ത് കിടക്കുമെന്നറിയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് അവൻ കയറാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ പിടിച്ചിരുന്ന ചില്ല ഒടിഞ്ഞിട്ട് അവൻ വന്ന് നിലത്തേക്ക് വീഴാണ്. ഇരുട്ടിൽ എന്തോ ഒരു രൂപം അനങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ആ രൂപം അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിയിലേക്ക് വലിച്ചെടുത്തുകൊണ്ടും പോവാണ്. ആ സീൻ അവിടെ വെച്ച് കട്ടായിട്ട് അടുത്ത സീനിൽ സിറ്റിയിലുള്ള ഒരു പെറ്റ് ഷോപ്പിൽ വർക്ക് ചെയ്യണ നമ്മുടെ കഥയിലെ ഹീറോയിൻ മീനേനെ കാണിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ആ ഷോപ്പിൻ്റെ ഓണർ വന്നിട്ട് ഒരു മഞ്ഞക്കിളിയെ കാണിച്ചിട്ട് ഇത് നീ അടുത്തുള്ള ഷോപ്പിൽ കൊണ്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാനത് നാളെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ കിളിയേയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഹീറോയിൻ അവളുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവളുടെ അമ്മ 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് അവളെ കൺമുന്നിൽ വെച്ച് തന്നെ മരിച്ചുപോയി. അന്ന് മുതലേ അവൾ ഇങ്ങനെ തന്നെയാണ്. അടുത്ത ദിവസം തന്നെ ഹീറോയിൻ ആ പക്ഷിയും കൊണ്ട് ഓണർ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് അവളൊരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിക്കുകയാണ്. ആ പെട്രോൾ പമ്പിൽ ഈ ഭാഗത്ത് കുറേ ആളുകൾ മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളുടെ ഫോട്ടോസും വെച്ചിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിൻ അവിടെ നിന്ന് പിന്നെയും യാത്ര തുടങ്ങുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ്റെ സിസ്റ്റർ അവൾക്കൊരു വോയിസ് മെയിൽ അയക്കുകയാണ്. അതിലിങ്ങനെയാണ് പറയണത്: അമ്മ മരിച്ചിട്ട് 15 വർഷമായി. നീ ഇപ്പോഴും അമ്മയുടെ ഓർമ്മയിൽ തന്നെയാണുള്ളത്. ഞങ്ങളെ കാണാൻ പോലും നീ വരാറില്ല. ഈ പ്രാവശ്യമെങ്കിലും നീ വരണം. നിന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമാകാതെ വണ്ടി നല്ല സ്പീഡിൽ ഓടിച്ച് അവിടെ നിന്നും പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഫോണിലെ മാപ്പ് ഓഫായി പോവാണ്. പിന്നെ അവളുടെ വണ്ടിയിലുള്ള റേഡിയോയും ഓഫ് ആവുകയാണ്. അവസാനമായിട്ട് അവളുടെ വണ്ടിയും ബ്രേക്ക് ഡൗൺ ആവുകയാണ്. എന്താണ് സംഭവിക്കണമെന്ന് അറിയാതെ അവളും വണ്ടിക്ക് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ കുറച്ച് അകലെയായിട്ട് ഒരു ബോർഡ് കണ്ടിട്ട് അവൾ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഫസ്റ്റ് സീനിൽ കണ്ട അതേ ബോർഡ് തന്നെയാണത്. ഫസ്റ്റ് സീനിൽ ഒരാൾ ഈ കാട്ടിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ ഹീറോയിനും ഈ കാട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ബോർഡൊക്കെ കണ്ടതാണല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കാമെന്ന് കരുതിയിട്ട് ഹീറോയിൻ അവൾ കൊണ്ടുവന്ന ആ പക്ഷിയെയും എടുത്തിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ അവിടെയൊന്നും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. കാട്ടിൽ നിൽക്കുന്നത് അത്രയ്ക്ക് സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കാറിൻ്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു വരാൻ ഒരുങ്ങുമ്പോൾ അവൾ വന്ന അവളുടെ കാറ് അവിടെ കാണാതാവുകയാണ്. ഹീറോയിൻ വല്ലാതെ ഷോക്കായി പോവാണ്. അവൾ ആ കാറിൻ്റെ അടുത്ത് നിന്ന് അധിക ദൂരമൊന്നും പോയിട്ടില്ല. അവൾ അവളുടെ കാറും അന്വേഷിച്ചിട്ട് അതിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. രാത്രിയാവാൻ തുടങ്ങുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പക്ഷികളും ഫസ്റ്റ് സീനിലെ പോലെ തന്നെ അവിടെ നിന്ന് പറന്നു പോവാണ്. ഒരു മൃഗത്തിൻ്റെ മുരൾച്ചയും അവൾ കേൾക്കുകയാണ്. ഹീറോയിനും വല്ലാതെ ഭയപ്പെട്ടു പോവാണ്. ഇതേ സമയത്ത് തന്നെ ആരോ അവളെ ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ട് ആരാ അത് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവള് പിന്നാലെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ കാടിന് ഒത്ത നടുവിലായിട്ട് ഒരു വീട് കാണുകയാണ്. ആ വീടിൻ്റെ വാതിൽ ഒരു മുത്തശ്ശി തുറന്നു പിടിച്ചിട്ട് ഹീറോയിനോട്, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ 5 എണ്ണുന്നതിന് മുമ്പ് നീ ഈ റൂമിലേക്ക് വാ, ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും എന്ന് പറയുമ്പോൾ ഹീറോയിൻ ജീവനും കയ്യിൽ പിടിച്ചിട്ട് കറക്റ്റ് 5 എണ്ണുന്നതിന് മുമ്പായിട്ട് അകത്തേക്ക് കയറുകയാണ്. ഹീറോയിൻ കയറിയതിന് ശേഷം ആ മുത്തശ്ശി വാതിലൊക്കെ അടച്ചു പൂട്ടുകയാണ്. ഇതൊക്കെ കണ്ട് ഹീറോയിൻ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി അവരെ പരിചയപ്പെടുത്തുകയാണ്. അവരുടെ പേര് മാഡ്ലിൻ എന്നാണ്. പിന്നെ അവിടെ വേറെ 2 പേരുണ്ടായിരുന്നു. കൈറ എന്ന് പറഞ്ഞൊരു പെണ്ണും പിന്നെ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു പയ്യനും ഉണ്ട്. ഞങ്ങൾ 3 പേരും നീ ഈ കാട്ടിലെ എങ്ങനെയാണോ വന്ന് പെട്ടുപോയത് അതുപോലെ തന്നെ വന്ന് പെട്ടുപോയവരാണ്. ഇവിടുന്ന് എങ്ങനെ പുറത്തേക്ക് പോകുമെന്നറിയാതെ ഞങ്ങളും വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ആ വീട് കാണിക്കുമ്പോൾ അതൊരു റൂം പോലെയാണ് ഉള്ളത്. 3 ഭാഗത്തും ചുമരും, ഒരു ഭാഗത്ത് മാത്രം ഒരു ഫുൾ കണ്ണാടിയാണ് ഉള്ളത്. അവർ 4 പേരും ആ കണ്ണാടിക്ക് മുൻപിലായിട്ട് പോയി നിന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ കാട്ടിൽ പകൽ സമയത്ത് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ വാച്ചേഴ്സ് എന്ന് പറയുന്ന കൊടൂര മൃഗങ്ങൾ പുറത്തേക്ക് വരും. നമ്മൾ ഈ വീടിനുള്ളിൽ ആയിരിക്കുന്നിടത്തോളം അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇതിന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും മരിച്ചു പോകും. നേരം വെളുക്കുന്നത് വരെ ആ മൃഗങ്ങൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നേരം വെളുത്ത് കഴിയുമ്പോൾ അതുങ്ങൾ ഇവിടെ നിന്ന് പോകും എന്ന കാര്യമൊക്കെ ആ മുത്തശ്ശി ഹീറോയിന് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പുറപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. കൈറ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം, ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴി കണ്ടുപിടിക്കണം, അതിന് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട്
ഹീറോയിൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. കുറേ ഓടിയതിന് ശേഷം അവളൊരു മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും മുഴുവനും മരങ്ങളും കാടുകളും മാത്രമാണ് ഉള്ളത്. ഹീറോയിൻ വല്ലാതെ ഷോക്കായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ആ മുത്തശ്ശി അവിടേക്ക് വരികയാണ്. ഞങ്ങൾ മാസങ്ങളായിട്ട് ഇവിടുന്ന് പുറത്തു പോകാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഇവിടുന്ന് പുറത്തു പോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ അവിടെയുള്ള ബോർഡുകളുടെ അടുത്തേക്ക് ഹീറോയിനെ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നിട്ട് ഇതൊരു ബൗണ്ടറിയാണ്. നീ എവിടെ പോയാലും ഈ ഒരു ബോർഡ് കാണുകയാണെങ്കിൽ രാത്രിയാവുന്നതിന് മുമ്പ് വന്ന വഴിയിലൂടെ തിരിച്ചു വരികയാണെങ്കിൽ നിനക്ക് നമ്മളിപ്പോൾ ഉള്ള ആ റൂമിലെത്താനായിട്ട് കഴിയും. പക്ഷേ ഈ ബൗണ്ടറി കടന്ന് നീ പോവുകയാണെങ്കിൽ നിനക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ആ കൊടൂര മൃഗങ്ങൾ ആ വാച്ചേഴ്സിന്റെ കയ്യിൽ പെട്ടിട്ട് നീ മരിച്ചു പോകുന്നു മുത്തശ്ശി അവളോട് പറയാണ്. ഈ കാടിനുള്ളിൽ ഇങ്ങനൊരു റൂം പണിത് ആരായിരിക്കുന്ന ഹീറോയിൻ ചോദിക്കുമ്പോൾ ഒരു പ്രൊഫസറാണ് ഈ ഒരു റൂം പണിഞ്ഞു വെച്ചതെന്ന് കൈറയും ഡാനിയലും പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശി ഹീറോയിനോട് പറയാണ്. നൈറ്റ് ആവുകയാണ്. ആ റൂമിനുള്ളിൽ കാണിക്കുകയാണ്. കൈറയും ഡാനിയലും ആ കണ്ണാടിക്ക് മുന്നിലായിട്ട് പോയി നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ ഒരു ടി വി ഉണ്ട്. ആ ടി വിയിൽ ഒരേ പ്രോഗ്രാം തന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇവിടെ ഇല്ലാത്ത കാരണം തന്നെ അവരെ ടി വി കണ്ടുകൊണ്ടാണ് സമയം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ഹീറോയിനും കൈറയും കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നീ തനിച്ചാണോ വന്നതെന്ന് കൈറയോട് ഹീറോയിൻ ചോദിക്കുകയാണ്. ഞാൻ തനിച്ചല്ല വന്നത്, എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാഴ്ചയ്ക്ക് മുമ്പ് വഴി അന്വേഷിച്ചിട്ട് അദ്ദേഹം പോയതാണ്. ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാണ്. കൈറയുടെ ഹസ്ബൻഡിന്റെ പേര് ജോൺ എന്നാണ്. അയാളെയാണ് ആ ഫസ്റ്റ് സീനിൽ മൃഗങ്ങളെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. കൈറ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് ഒരു കുഴിയുടെ അടുത്തേക്ക് പോവാണ്. ഈ കുഴിക്കുള്ളിലാണ് ആ വാച്ചേഴ്സ് ഉള്ളത്. ഇരുട്ടിയതിനു ശേഷമാണ് അതുങ്ങൾ പുറത്തേക്ക് വന്നിട്ട് നമ്മളെ ആക്രമിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ എപ്പോഴാണ് ഇവിടേക്ക് വന്നത്? എത്ര നാളായെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു 5-6 മാസമായെന്ന് കൈറ പറയുന്നതും ഹീറോയിൻ വല്ലാതെ ഷോക്കായി പോവാണ്. പിന്നീട് ആ റൂമിനടുത്തായിട്ട് അവരെല്ലാവരും ഇരിക്കണത് കാണിക്കുകയാണ്. ആ മുത്തശ്ശി ഹീറോയിനോട് നീ ഇവിടെ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇവിടത്തെ കുറിച്ച് റൂൾസ് എല്ലാം അനുസരിക്കണം. ഇവരെല്ലാവരും ഈ റൂൾസൊക്കെ അനുസരിച്ച് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ജീവനോടെ ഉള്ളതെന്ന് പറയാണ്. അതിനുശേഷം 3 റൂൾസ് അവർ പറയാൻ തുടങ്ങുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ ഈ റൂമിൽ കയറി വാതിലടച്ചാൽ ഒരു കാരണവശാലും അത് പിന്നെ തുറക്കില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും രാത്രിയിൽ ആ വാച്ചേഴ്സിന് കാണുന്ന രീതിയിൽ നമ്മളെപ്പോഴും ഈ കണ്ണാടിയുടെ മുന്നിലായിട്ട് തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയാണ്. അവസാനത്തെ കാര്യം, ഇവിടെ കുറച്ച് കുഴികളുണ്ട്. ഈ കാടിനുള്ളിൽ കുഴികളുണ്ട്. ആ കുഴികളുടെ അടുത്തേക്ക് നീ ഒരു കാരണവശാലും പോകരുത് എന്നും പറയാണ്. ഈ 3 റൂൾസും ചെയ്തോളാന്ന് ഹീറോയിൻ സമ്മതിക്കുകയാണ്. നൈറ്റ് ആവുകയാണ്. എന്നത്തെയും പോലെ അവർ ആ റൂമിലേക്ക് കയറുകയാണ്. പുറത്തുനിന്ന് ആ മൃഗങ്ങളുടെ സൗണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹീറോയിൻ മുത്തശ്ശിയോട് എന്താ പുറത്ത് സംഭവിക്കണേന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി ഹീറോയിനെ കൊണ്ടുപോയിട്ട് ആ കണ്ണാടിക്ക് മുൻപിലായിട്ട് നിർത്തിയിട്ട് പറയാണ്, ആ വാച്ചേഴ്സ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ തന്നെ നിൽക്ക്, നിന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച കണ്ണാടിക്ക് മുൻപിലായിട്ട് നിർത്തുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഹീറോയിനും ഡാനിയേലും പുറത്തേക്ക് പോവാണ്. ഡാനിയേലിൻ്റെ ജോലി എന്താന്ന് വെച്ചാൽ അവിടെയുള്ള പക്ഷികളെയൊക്കെ കെണി വെച്ച് പിടിക്കലാണ്. ആ മുത്തശ്ശിയാണ് അവനെ ഈ ജോലി ഏൽപ്പിച്ചേക്കണത്. ഇവൻ കെണി വെച്ച് കൊണ്ടുവരുന്നതാണ് അവരുടെ അന്നത്തെ ഫുഡ്. ഇതേ സമയത്ത് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ മുത്തശ്ശിയാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണതെന്ന്? ഞങ്ങൾ വരുന്നതിന് മുമ്പ് ആ മുത്തശ്ശിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവർ പറയുന്നതല്ലേ ഞങ്ങൾ അനുസരിക്കേണ്ടതെന്ന് ഡാനിയേൽ പറയാണ്. നീ എത്ര നാളായി ഇവിടെ വന്നിട്ടെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഞാനൊരു 8 മാസമായെന്ന് അവനും പറയാണ്. ഇത് കേട്ടതും ഹീറോയിൻ ഷോക്കാവുകയാണ്. കൈറയേക്കാളും മുൻപ് അവൻ ഇവിടെ എത്തിയിരിക്കണമെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളെന്തിനാ ആ മുത്തശ്ശി പറയണതെല്ലാം കേട്ടുകൊണ്ടിരിക്കണത്? ആ കുഴിയുടെ അടുത്തേക്ക് പോയാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ കുഴിയുടെ അടുത്തേക്ക് എൻ്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് ഡാനിയലിനെ വിളിച്ചിട്ട് ഹീറോയിൻ ആ കുഴിയുടെ അടുത്തേക്ക് പോവാണ്. ഹീറോയിൻ ആ കുഴിക്കുള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഡാനിയലിൻ്റെ സഹായം ചോദിക്കുന്നുണ്ട്. വേറൊരു വഴിയില്ലാതെ ഡാനിയലും അവളെ സഹായിക്കുകയാണ്. ഹീറോയിൻ പതിയെ ആ കുഴിക്കുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ആ കുഴിക്കുള്ളിലേക്ക് കുറച്ച് വെളിച്ചം കിടക്കുന്നുണ്ട്. ആ വെളിച്ചത്തിൽ ആ കുഴിക്കുള്ളിലായിട്ട് ഒരു ക്യാമറയും സൈക്കിളും പിന്നെ ഒരു ടോർച്ചും ഹീറോയിൻ കാണുകയാണ്. അതെല്ലാം ഹീറോയിൻ എടുത്തിട്ട് മുകളിലുള്ള ഡാനിയലിന്റെ കയ്യിലേക്ക് എത്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു മുരൾച്ച കേൾക്കുകയാണ്. അവളും ഭയത്തോടെ നോക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് വരികയാണ്. ആ കൈയിലെ വെളിച്ചം തട്ടിയതും അത് പെട്ടെന്ന് തന്നെ അകത്തേക്ക് വലിക്കുകയാണ്. ഹീറോയിനും ഭയത്തിൽ വേഗം ഡാനിയലിനോട് അവളെ പുറത്തേക്ക് കയറ്റാനായിട്ട് പറയാണ്. ഗുഹയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം അവൾ ആ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നിനക്കിത് ഇവിടുന്ന് കിട്ടിയെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. എനിക്കിത് കാട്ടിൽ നിന്നാണ് കിട്ടിയതെന്ന് അവൾ കള്ളവും പറയുന്നുണ്ട്. എന്നാലും മുത്തശ്ശിക്ക് അവളുടെ മേലെ ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട്. നീ സത്യം പറഞ്ഞോ? നീ എന്താ അവിടെ കണ്ടതെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോവാണ്. അടുത്തിടെ ഡാനിയലിനെ കാണിക്കുമ്പോൾ അവൻ ആ കുഴിയിൽ നിന്ന് കിട്ടിയ ക്യാമറ വീടിന് പുറത്ത് സെറ്റ് ചെയ്ത് ടി വിയുമായിട്ട് അത് കണക്ട് ചെയ്യാണ്.
ആ മൃഗങ്ങള് രാത്രിയിൽ വന്നാൽ അവരെ നമുക്ക് കാണാം, അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്തു വെക്കണത്. എന്നിട്ട് അവര് എന്നത്തെയും പോലെ തന്നെ ആ കണ്ണാടിയുടെ മുൻപിലായിട്ട് വന്നിരിക്കുകയാണ്. ഇതേ സമയത്ത് ആ TV-യിൽ 2 കാലുകൾ കാണുകയാണ്. അത് കണ്ടതും അത് വാച്ചേഴ്സ് അല്ല എന്ന് അവർ പറയുന്നുണ്ട്. പുറത്തു നിന്നും ഞാൻ ജോണാണ് എന്ന സൗണ്ട് കേൾക്കുമ്പോൾ കൈറ തൻ്റെ ഹസ്ബൻഡാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ആ മുത്തശ്ശി അവളെ തടയാണ്. അത് സത്യമല്ല, ആ വാച്ചേഴ്സ് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും കൈറ അത് സമ്മതിക്കാതെ തന്നെ ഇരിക്കുകയാണ്. മുത്തശ്ശി നേരെ ഹീറോയിൻ്റെ അടുത്തേക്ക് പോവാണ്. നീ സത്യം പറഞ്ഞോ, നീ എന്താണ് ചെയ്തത്? നീ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും വേറൊരു വഴിയുമില്ലാതെ ആ സാധനങ്ങളൊക്കെ അവൾ ആ കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാന്ന് പറയാണ്. നീ എത്ര വലിയ തെറ്റാണ് ചെയ്തിരിക്കണത്, ഒരു ചെറിയ റൂള് പോലും നിന്നെക്കൊണ്ട് അനുസരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ കൈറയുടെ അടുത്തേക്ക് പോയിട്ട് നിനക്കും നിന്റെ ഹസ്ബൻഡിനും മാത്രം അറിയാവുന്ന ഒരു കാര്യം നീ അവനോട് ചോദിക്കേ, അതിനവൻ കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ അത് നിന്റെ ഹസ്ബൻഡ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയാണ്. കൈറയും അവൾക്കും അവളുടെ ഹസ്ബൻഡിനും മാത്രം അറിയാവുന്ന ഒരു കാര്യം അവനോട് ചോദിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാന്ന് കൈറ ജോണിനോട് ചോദിക്കുകയാണ്. പക്ഷെ അവൻ്റെ അടുത്തുനിന്ന് ഒരു ഉത്തരവും വരാതെ ആവുമ്പോൾ അവൾക്കും ഒരു ചെറിയ ഡൗട്ട് വന്നിട്ട് അവിടെ ഒരു ക്യാമറയുണ്ട്, അതിൽ നിന്റെ ഫേസ് കാണിക്കാനായിട്ട് കൈറ ആവശ്യപ്പെടുകയാണ്. അവനും ഫേസ് കാണിക്കുകയാണ്. അത് ശരിക്കും ജോണ് തന്നെയായിരുന്നു. അവൻ ക്യാമറയിലൂടെ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് അവരോട് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു വാച്ചർ അവിടേക്ക് വന്നിട്ട് ജോണിനെ അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. പുറത്ത് വെച്ചിരുന്ന ക്യാമറയും അത് നശിപ്പിച്ച് കളയാണ്. അതിനുശേഷം അവിടെ മുഴുവനും വലിയ സൗണ്ടുകൾ കേൾക്കുകയാണ്. കണ്ണാടികൾ തകർക്കാനും വാതിൽ തുറക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ മുത്തശ്ശി അവരെ 3 പേരെയും മറച്ചിട്ട് അവർക്ക് മുൻപിലായിട്ട് നിൽക്കുകയാണ്. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ വാച്ചേഴ്സിന്റെ അടിയുടെ ശക്തിയിൽ ആ കണ്ണാടിയിലെ വിള്ളലുകൾ വരെ വീഴുകയാണ്. അടുത്ത ദിവസം കുഴിയിൽ നിന്നെടുത്ത സൈക്കിളും മറ്റു സാധനങ്ങളും എല്ലാം തന്നെ ആ കുഴിയിൽ തന്നെ കൊണ്ടുചെന്ന് ഇടുകയാണ്. അത് അതിനുള്ളിലേക്കിട്ട സെക്കൻഡിൽ തന്നെ ഇരുട്ടിൽ നിന്നൊരു കൈ വന്നിട്ട് ആ സൈക്കിള് അകത്തേക്ക് വലിച്ചെടുത്തു കൊണ്ട് പോവാണ്. അതിനുശേഷം മുത്തശ്ശി ഹീറോയിനോട് ദേഷ്യപ്പെടുകയാണ്. ഒരു ചെറിയ റൂള് പോലും നിന്നെക്കൊണ്ട് ഫോളോ ചെയ്യാൻ കഴിയില്ലേ, ഒരു റൂള് പോലും നിന്നെക്കൊണ്ട് അനുസരിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നതും ഹീറോയിന് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരികയാണ്. ആ ഫ്ലാഷ് ബാക്കിൽ ഹീറോയിൻ്റെ ചെറുപ്പത്തിൽ അവളും അനിയത്തിയും അമ്മയും കൂടിയിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ വിൻഡോ മുകളിലേക്കും താഴേക്കുമാക്കി കളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ അവളോട് അങ്ങനെ ചെയ്യലേ മോളെ എന്നൊക്കെ പറയാണ്. പക്ഷെ ഹീറോയിൻ പിന്നെയും അതിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ റൂള് പോലും നിന്നെ കൊണ്ട് അനുസരിക്കാൻ കഴിയില്ലേ എന്ന് അവർ പറഞ്ഞിട്ട് അവളുടെ അമ്മ വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ ഹീറോയിന്റെ കൈ അതിനുള്ളിൽ പെടുകയാണ്. അമ്മയുടെ ശ്രദ്ധ മാറിയിട്ട് എന്തു പറ്റിയെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന വണ്ടിയിലിടിച്ചിട്ട് ആക്സിഡന്റ് ആയിട്ട് അവളുടെ അമ്മ മരിച്ചു പോവാണ്. അമ്മ പറഞ്ഞ ഒരു ചെറിയ റൂള് അനുസരിക്കാത്ത കാരണം അവളുടെ അമ്മയെ തന്നെ നഷ്ടപ്പെട്ട കാര്യം ഹീറോയിന് ഓർമ്മ വരികയാണ്. അടുത്തതായിട്ട് ഹീറോയിൻ ആ റൂമിലിരുന്നിട്ട് അവൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ അടുത്തിരുന്ന കൈറ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോകുന്നത് കണ്ടിട്ട് ഹീറോയിനും അവൾക്ക് പിന്നാലെ പോയി നോക്കുമ്പോൾ കൈറ പോയിട്ട് ആ കുഴിക്കടുത്തായിട്ട് നിന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ ആ വാതിലിന് തൊട്ടു പിന്നിലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ആ മൃഗങ്ങൾ അദ്ദേഹത്തെ ഈ കുഴിയിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക. ഞാനിതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരിടത്ത് ഡാനിയേൽ കെണി വെച്ചിട്ട് പക്ഷികളെ ഒന്നും കിട്ടിയിരുന്നില്ല. അതിന്റെ പേരിൽ മുത്തശ്ശി അവനെ വഴക്ക് പറഞ്ഞിരുന്നു. ആ ദേഷ്യത്തിൽ അവൻ അവരെ വല്ലാതെ ഉപദ്രവിച്ച് അവരെ കെട്ടിയിടുകയാണ്. ഇതൊക്കെ ഹീറോയിനും കൈറയും കാണുന്നുണ്ട്. അവരങ്ങോട്ട് ഓടി വരികയാണ്. രാത്രിയാവാൻ തുടങ്ങുകയാണ്. ആ മൃഗങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വരും, എന്നെ അഴിച്ചുവിടാനായിട്ട് മുത്തശ്ശി പറയുമ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കിടന്നോ, ഇനി ഞാൻ പറയണതാണ് ഇവിടുത്തെ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഡാനിയേൽ ആ റൂമിലേക്ക് ഓടിപ്പോവാണ്. കൈറയും അവന് പിന്നാലെ ഓടിപ്പോയിട്ട് എങ്ങനെയൊക്കെയോ അകത്ത് കയറുകയാണ്. പക്ഷേ ഹീറോയിൻ ആ മുത്തശ്ശിയെ രക്ഷിക്കാൻ നിന്ന കാരണം അവർക്ക് 2 പേർക്കും അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. ഹീറോയിനും മുത്തശ്ശിയും അവനോട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും അവൻ വാതിൽ തുറക്കാതിരിക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞു. ആ വാച്ചേഴ്സ് എന്തായാലും ഇവിടെ എത്തും, നമുക്ക് അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. അതിൻ്റെ വേരുകൾക്കിടയിലായി പോയി അവർ ഒളിച്ചിരിക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം തന്നെ കുറേയധികം വാച്ചേഴ്സ് അവിടേക്ക് എത്തുകയാണ്. ഹീറോയിൻ ആ ജീവികളെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുകയാണ്. റൂമിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ 2 പേരെ മാത്രമാണ് അതിനുള്ളിൽ കാണാൻ കഴിയണത്. ബാക്കി 2 പേരെ കാണാത്ത കാരണം അതുങ്ങളെല്ലാം ചേർന്ന് ബഹളം വെക്കുകയാണ്. ഇതേ സമയത്ത് ഡാനിയേൽ ആ മൃഗങ്ങളോട് പറയുന്നുണ്ട് അവരിതിനകത്തില്ല, അവർ കാടിനുള്ളിലാണ് ഉള്ളതെന്ന്. അത് കേട്ടതും ആ ജീവികൾ ഹീറോയിനെയും മുത്തശ്ശിയെയും അന്വേഷിച്ചിട്ട് അവിടെ നിന്നും പോവാണ്. ആ വാച്ചേഴ്സ് എല്ലാം പോയതും ഹീറോയിനും മുത്തശ്ശിയും വാതിലിനടുത്തേക്ക് വന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് അവൻ്റെ മനസ്സ് മാറ്റി വാതിൽ തുറപ്പിക്കുകയാണ്. അതിനുശേഷം അവർ 4 പേരും ആ കണ്ണാടിയുടെ മുൻപിലായിട്ട് പോയി നിൽക്കുകയാണ്. മുത്തശ്ശി അവരിവിടെ എങ്ങനെയാണ് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ തുടങ്ങുകയാണ്. ഞാനൊരു പ്രൊഫസറാണ്,
ഈ വാച്ചേഴ്സിനെയൊക്കെ പറ്റി റിസർച്ച് നടത്താനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ വെച്ച് ഞാൻ ആദ്യമായി ആ വാച്ചറിനെ കണ്ടിരുന്നു. അത് എന്നെ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്, പക്ഷേ അതിന്റെ കണ്ണ് മാത്രം വ്യത്യസ്തമായിരുന്നു. ഈ വാച്ചേഴ്സിന് രൂപം മാറാനുള്ള കഴിവുകളുണ്ടെന്നും പിന്നെ നമ്മളെ പോലെ തന്നെ അതുങ്ങൾക്ക് സംസാരിക്കാനും കഴിയും. പിന്നെ ഈ വാച്ചേഴ്സിന് വേറെ ഒരു പേര് കൂടിയുണ്ട്, ഫാരീസ്, അതായത് ദേവതകൾ. അവർ നമ്മളെ പോലെ ആവാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതുങ്ങൾ നമ്മളെ ഇവിടെ നിന്ന് എവിടേക്കും പോകാനായിട്ട് സമ്മതിക്കാത്തത്. ഓരോ ദിവസം കഴിയും തോറും അതുങ്ങളെല്ലാം നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശി അവരോട് പറയാണ്. ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വാച്ചേഴ്സ് എല്ലാം അവിടേക്ക് വരികയാണ്. കണ്ണാടി തകർക്കാനും വാതിൽ ഓപ്പൺ ചെയ്യാനായിട്ടും ശ്രമിക്കുകയാണ്. അവർ വാതിൽ തുറക്കാതിരിക്കാനായിട്ട് അവിടെയുള്ള ടേബിളൊക്കെ എടുത്തിട്ട് വാതിലിനോട് ചേർത്ത് വെക്കുകയാണ്. ഈ സമയത്ത് അവരൊരു കാര്യം കാണുകയാണ്. അവരിത്ര നാളും ഇരുന്നിരുന്ന ആ പ്ലേസിൽ ആ ടേബിളിൻ്റെ ഒക്കെ അടിയിലായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഉള്ള കാര്യം അവർ കണ്ടുപിടിക്കുകയാണ്. ഓരോരുത്തരായിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. അവസാനമായി ആ മുത്തശ്ശി ഇറങ്ങി അത് ക്ലോസ് ചെയ്തതും വാച്ചേഴ്സ് ആ കണ്ണാടി തകർത്തതും ഒരുമിച്ചായിരുന്നു. അവർ 4 പേരും അതിനുള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ അതൊരു ലാബ് പോലെയാണ് ഉണ്ടായിരുന്നത്. അതിനുള്ളിൽ ഒരു കമ്പ്യൂട്ടർ കണ്ട് ഹീറോയിൻ വന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ അവളൊരു വീഡിയോ കാണുകയാണ്. അതൊരു പ്രൊഫസറിന്റെ വീഡിയോ ആയിരുന്നു. ഈ പ്രൊഫസർ വാച്ചേഴ്സിനെ പറ്റി റിസർച്ച് ചെയ്യാനായിട്ട് വന്ന ആളാണ്. ഇയാൾ തന്നെയാണ് ഈ ലാബൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തു നിന്നും ജോലിക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഈ ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പകല് മുഴുവൻ അവരിവിടെ ജോലികൾ ചെയ്യും. പക്ഷേ രാത്രിയിൽ ഇയാൾ മാത്രം അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളവരോട് ഇവിടെ നിന്ന് പോയിക്കോളാനും പറയും. പക്ഷേ അവരെയെല്ലാം ആ വാച്ചേഴ്സ് കൊന്നുകളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാടിനുള്ളിൽ ഇങ്ങനെ ബോർഡുകൾ സ്ഥാപിച്ചതും ഇയാൾ തന്നെയാണ്. പിന്നെ ഇയാൾ പറയുന്നുണ്ട്, ഇയാളിവിടെ വെച്ചിട്ട് ഒരു കുഞ്ഞു വാച്ചറിനെ കണ്ടിരുന്നു. റെഡ് ഹെയർ ഒക്കെ ആയിട്ട് രൂപം മാറാൻ കഴിവുള്ള ഒരു വാച്ചറിനെ കണ്ടിരുന്നു. ആ വാച്ചറിനെ അയാൾ പരീക്ഷണത്തിനൊക്കെ ആയിട്ട് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും അവർ കാണുകയാണ്. പിന്നെ അവസാനത്തെ വീഡിയോ ഹീറോയിൻ പ്ലേ ചെയ്ത് നോക്കുകയാണ്. ആ വീഡിയോയിൽ അയാൾ വല്ലാതെ ടെൻഷനോടെ പറയാണ്, ഈ റിസർച്ച് ശരിയായ രീതിയിലല്ല പോകുന്നത്. ഞാനിതിൽ തോറ്റുപോയി. ഇനി ആരും ഇവിടേക്ക് ഈ ഒരു റിസർച്ചിനായിട്ട് വരരുത്. ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാനിവിടെ അടച്ചു വെച്ചിരിക്കുന്ന ആ വാച്ചറിനെ കൊന്നിട്ട് ഞാനും മരിച്ചു പോവാണ്. പിന്നെ ഇവിടെ ആരെങ്കിലും പെട്ടുപോയിട്ട് അവർക്കിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ കാടിനുള്ളിൽ സ്ഥാപിച്ച ബോർഡുകളിൽ 134 എന്ന ബോർഡിൻ്റെ അടുത്ത് പോയിട്ട് പക്ഷികളെല്ലാം ഏത് ദിശയിലേക്കാണോ പറന്നു പോകുന്നത് ആ വഴിയിലൂടെ പോകുമ്പോൾ ഒരു പുഴ കാണാം. അവിടെ ഞാൻ വന്ന ബോട്ടും ഉണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് അയാൾ പറയാണ്. വീഡിയോയുടെ അവസാനത്തിൽ അയാൾ പറയുന്നുണ്ട്, ഈ വാച്ചറിനെ പറ്റി റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഓഫീസിലുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ അതെല്ലാം പോയിട്ട് നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ഇവിടേക്ക് വേറെ ആരെങ്കിലുമൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് അയാൾ മുകളിലേക്ക് പോവാണ്. 2 വീഡിയോ ഒച്ചകൾ കേൾക്കുകയാണ്. അതോട് കൂടിയിട്ട് ആ വീഡിയോയും അവസാനിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രൊഫസർ പറഞ്ഞ പോലെ ആ ബോർഡിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ ബോർഡിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അയാൾ പറഞ്ഞ പോലെ തന്നെ ഹീറോയിൻ്റെ കയ്യിലുള്ള ആ കിളിയെ തുറന്നു വിട്ടിട്ട് അത് പറന്നു പോകുന്നതിന് പിന്നാലെ അവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവർ ഈ വാച്ചറിൻ്റെ ഡ്രോയിങ് കാണുകയാണ്. ആ ഡ്രോയിങ്ങിൽ ആ വാച്ചറിനെ കാണാൻ മാലാഖമാരെ പോലെ ചിറകുകളുണ്ട്. പക്ഷേ അതിന്റെ ഫേസ് കാണാൻ ഗോസ്റ്റിനെ പോലെയാണ് ഉണ്ടായിരുന്നത്. ആ മുത്തശ്ശി അവർക്ക് വാച്ചറിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ വാച്ചറും മനുഷ്യരും ഒരുമിച്ച് നല്ല രീതിയിലാണ് ജീവിച്ചിരുന്നത്. ആ സമയത്ത് അവർക്ക് ചിറകുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ മാലാഖമാരെ പോലെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മനുഷ്യർക്കും ഇവർക്കും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് മൂലം മനുഷ്യരവരെ ഭൂമിക്കടിയിൽ അടച്ചു വെച്ചു. അതുമൂലം അവരുടെ ചിറകുകളെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ ഗോസ്റ്റിനെ പോലെയായി മാറി. മനുഷ്യരോടുള്ള അടങ്ങാതെ ദേഷ്യം കാരണം അവരെല്ലാം ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇപ്പം മനുഷ്യരെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യമൊക്കെ മുത്തശ്ശി അവരോട് പറയുകയാണ്. ഇനിയും സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയാണ്. ആ പക്ഷി പോകുന്നതിന് പിന്നാലെ തന്നെ അവരും അതിനെ ഫോളോ ചെയ്ത് പോവാണ്. രാത്രിയാവാൻ തുടങ്ങുകയാണ്. ആ കാട്ടിലുള്ള എല്ലാ പക്ഷികളും കൂട്ടത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് പറന്നു പോവാണ്. അവർ 4 പേരും അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങുകയാണ്. ആ വാച്ചേഴ്സും അവരെ ഫോളോ ചെയ്ത് അവർക്ക് പിന്നാലെ തന്നെ വരികയാണ്. ഓടി അവസാനം ആ പ്രൊഫസർ പറഞ്ഞ പോലെ അവർ ആ പുഴക്കരയിൽ എത്തുകയാണ്. ഹീറോയിനും മുത്തശ്ശിയും കയറിയും വഞ്ചിക്കടുത്തേക്ക് പോവാണ്. എന്നാൽ ഡാനിയലും മാത്രം അവർക്കൊപ്പം പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ആ കാട്ടിനുള്ളിൽ നിന്ന് കൈറയുടെ ഹസ്ബൻഡ് ജോണിൻ്റെ സൗണ്ട് അവന് കേൾക്കുകയാണ്. അവിടേക്ക് തന്നെ അവൻ നോക്കി നിൽക്കുകയാണ്.
ഈ സമയത്ത് ഹീറോയിനും മറ്റുള്ളവരും വഞ്ചിയൊക്കെ ഇറക്കിയിട്ട് ഡാനിയലെ നോക്കുമ്പോൾ അവനൊരു ബോഡി എടുത്തോണ്ട് ജോണിനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ്. ഇതേ സമയത്ത് കൈറ പറയുന്നുണ്ട്, അത് ജോണൊന്നല്ല, ആ വാച്ചേഴ്സിനെ പറ്റിക്കുകയാണ്, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എല്ലാ വാച്ചേഴ്സും അവിടേക്ക് എത്തുകയാണ്. അതിലൊരു വാച്ചർ അവന്റെ തലയിൽ കൈവച്ചതും അവന്റെ കഥ അവിടെ കഴിയാണ്. അവിടെയുള്ള എല്ലാ വാച്ചേഴ്സും അവന്റെ രൂപം സ്വീകരിക്കുകയാണ്. പക്ഷെ അവരുടെ കണ്ണു മാത്രം മനുഷ്യരെ പോലെ ആയിരുന്നില്ല. വാച്ചേഴ്സിന് ഈ കാട് വിട്ട് പുഴയിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഹീറോയിനും മറ്റുള്ളവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അടുത്തായിട്ട് ഹീറോയിനെ കാണിക്കുമ്പോൾ വാച്ചേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നശിപ്പിച്ച് കളയണമെന്ന് ആ പ്രൊഫസർ പറഞ്ഞതനുസരിച്ചിട്ട് ഹീറോയിൻ അയാളുടെ ഓഫീസിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അവൾ ആ വാച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയാണ്. ആ വാച്ചേഴ്സിനെ കുറിച്ചിട്ട് ഇനിയും കുറേയധികം കാര്യങ്ങൾ ആ പ്രൊഫസർ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആരംഭ കാലഘട്ടത്തിൽ ഈ ഫാരീസും, അതായത് ഈ വാച്ചേഴ്സും, നമ്മുടെ സാധാരണ മനുഷ്യരും ഒരുമിച്ച് നല്ല സ്നേഹത്തോടെയാണ് ജീവിച്ചിരുന്നത്. മനുഷ്യരും ഫാരീസും പരസ്പരം കല്യാണം കഴിച്ചിട്ട് അവർക്ക് കുട്ടികളും ജനിച്ചിട്ടുണ്ട്. ആ ജനിച്ച കുട്ടികൾക്ക് മനുഷ്യരുടെ രൂപവും ഫാരീസിന്റെ ശക്തികളുമാണ് ഉണ്ടായിരുന്നത്. അവരെ കൊണ്ട് രൂപം മാറാനുള്ള കഴിവുകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട മനുഷ്യര് ഇതൊരു ദുഷ്ടശക്തിയാണെന്ന് പറഞ്ഞിട്ട് ആ ഫാരീസിനെയെല്ലാം ഭൂമിക്കടിയിൽ അടച്ചു വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹീറോയിൻ മനസ്സിലാക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഡ്രോയിങ്സും അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ടേബിളിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുകയാണ്. അവൾ അവിടെ നിന്ന് നേരെ ആ ഫോട്ടോസും കൊണ്ട് കൈറയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം കൈറയെ കണ്ടിട്ട് ഈ പ്രൊഫസറിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെ നിന്ന് കണ്ട കാര്യങ്ങളെല്ലാം കൈറയോട് പറയുകയാണ്. അതിനുശേഷം അവൾക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ അവൾ കൈറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോയിൽ അവരുടെ കൂടെ രക്ഷപ്പെട്ടു വന്ന മുത്തശ്ശിയുടെയും പിന്നെ ആ പ്രൊഫസറിന്റെയും ഫോട്ടോയായിരുന്നു. ഈ പ്രൊഫസറുടെ ഭാര്യയാണ് ഈ മുത്തശ്ശി എന്ന കാര്യം ഹീറോയിൻ കൈറയോട് പറയാണ്. പിന്നെ അവരെന്തിനാ നമ്മളോട് ഈ കാര്യമൊക്കെ മറച്ചു വെച്ചതെന്ന് കൈറ ഹീറോയിനോട് ചോദിക്കുകയാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. ഈ പ്രൊഫസറിന്റെ ഭാര്യ 2001 ക്യാൻസർ വന്ന് മരിച്ചുപോയി എന്ന കാര്യം അവൾ കൈറയോട് പറയാണ്. അപ്പം നമ്മുടെ കൂടെ കാടിന് പുറത്തേക്ക് വന്നത് ആരായിരിക്കുമെന്ന് കൈറ ചോദിക്കുമ്പോൾ ഈ പ്രൊഫസർ അയാളുടെ ഭാര്യയെ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വാച്ചേഴ്സിനെ പറ്റി റിസർച്ച് ചെയ്യാനായിട്ട് ഈ കാട്ടിലേക്ക് വന്നത്. അതിലൊരു വാച്ചറിനെ ഇയാൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാച്ചറിന് ഇയാളുടെ ഭാര്യയുടെ രൂപം അയാൾ കൊടുത്തിട്ടുണ്ട്. ആ വാച്ചറാണ് നമ്മളുടെ കൂടെ ഈ കാടിന് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് ഹീറോയിൻ പറയാണ്. അതെങ്ങനെ നടക്കും? ആ വാച്ചറിന് വെളിയിലേക്ക് വരാൻ കഴിയില്ലല്ലോ എന്ന് കൈറ ചോദിക്കുമ്പോൾ അത് ശരിയാണ്, പക്ഷേ ഈ വാച്ചർ ചിലപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളതായിരിക്കുമെന്ന് ഹീറോയിൻ പറയാണ്. ഈ വാച്ചറിന് പുറത്തേക്ക് വരാനുള്ള വഴി അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്, അത് കണ്ടുപിടിക്കാനാണ് അത് നമ്മളെ ഒന്നും ചെയ്യാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൊരു കാറ് വരുന്നുണ്ട്. ആ കാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് കൈറയായിരുന്നു. അപ്പൊ ഇത്രയും നേരം ഹീറോയിന്റെ കൂടെ ഉണ്ടായിരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ആ വാച്ചർ തന്നെയായിരുന്നു. കൈറ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കൈറയുടെ ഹസ്ബൻഡിന്റെ രൂപം സ്വീകരിച്ചിട്ട് കൈറയെ തന്നെ അത് അടിച്ചു വീഴ്ത്തുകയാണ്. അതിനുശേഷം ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് നിന്റെ രൂപമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. മരിച്ചുപോയ ജോണിന്റെയും ഡാനിയലിന്റെയും രൂപം മാറി മാറി സ്വീകരിച്ചിട്ട് ഹീറോയിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്ക് വ്യത്യസ്തമായ കുറച്ച് കഴിവൊക്കെ ഉണ്ട്, എനിക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ കഴിയും. പക്ഷേ ഒരു കാര്യം മാത്രമാണ് എന്നെ കൊണ്ട് സാധിക്കാതെ ഇരുന്നത്, ആ കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ അതും സാധിച്ചെടുത്തു. പിന്നെ ആ പ്രൊഫസർ അയാളുടെ ഭാര്യയെ ജീവനോടെ കൊണ്ടുവരാനാണ് എന്നെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അയാൾ എന്നോട് തന്നെ ചതി ചെയ്തിട്ട് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ അയാളെ കൊന്നുകളഞ്ഞിട്ട് അയാളുടെ രൂപം സ്വീകരിച്ചതെന്ന് ആ വാച്ചർ പറയാണ്. അതിനുശേഷം ആ വാച്ചർ ഹീറോയിന്റെ രൂപം സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഹീറോയിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ ഓരോന്ന് പറഞ്ഞിട്ട് അതിന്റെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. നീ ഒരു മാലാഖിയാണ്, നിനക്ക് മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്, അതിനുള്ള പവറും നിനക്കുണ്ട്. നീ മറ്റുള്ള വാച്ചേഴ്സിനെ പോലെയൊന്നല്ല, നീ പാതി മനുഷ്യനും പാതി വാച്ചറുമാണ്. മറ്റുള്ള വാച്ചേഴ്സ് ആ റൂമിൽ വെച്ചിട്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് നീ ഞങ്ങളുടെ മുൻപിലായിട്ട് വന്നു നിന്നിട്ട് ഒന്നും പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരു നല്ല മാലാഖിയെ പോലെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാന്നൊക്കെ ഹീറോയിൻ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വാച്ചറിന്റെ മനസ്സ് മാറുകയാണ്. അതിന്റെ രൂപം പതിയെ മാറാൻ തുടങ്ങുകയാണ്. അതിന് പഴയതുപോലെ ചിറകുകളൊക്കെ വന്നിട്ട് അതിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഹീറോയിനെ അവിടെ വെറുതെ വിട്ടിട്ട് ഒരു നല്ല ഫാരിയായിട്ട് അവിടെ നിന്നും പറന്നു പോവാണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിനെയും അവളുടെ ട്വിൻ സിസ്റ്ററെയാണ് കാണിക്കണത്. ഹീറോയിൻ നടന്ന കാര്യങ്ങളെല്ലാം സിസ്റ്ററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനെയും നോക്കിക്കൊണ്ട് വ്യത്യസ്തമായ കണ്ണുകളോടും റെഡ് ഹെയറോടും കൂടിയ ഒരു കുട്ടി നിൽക്കുന്നത് കാണിക്കുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, ആ ഫാരി ആയിരുന്നു. ഹീറോയിന്റെ കൂടെ എപ്പോഴും ഒരു ഗാർഡിയൻ ഏഞ്ചലായിട്ട് അത് ഉണ്ടാവുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.